അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ എളാമ സുലൈഖയ്ക്ക് ആ ദിവസത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിമറിയായിരുന്നു. കേരളത്തിലെ ചെറിയൊരു നാട്ടിൽ നിന്ന് ആദ്യമായി വിദേശത്തേക്കുള്ള വിമാനയാത്ര. വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാം പുതിയതും ഭീതിജനകവുമായിരുന്നു. വലിയ കെട്ടിടങ്ങൾ, അറബിക് ബോർഡുകൾ, പരിചയമില്ലാത്ത മുഖങ്ങൾ. അവളെ വഴിവേൽക്കാൻ എത്തിയിരുന്നത് ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ അറബി എത്തിയിരിക്കുന്നു. അതെ, അറബി എന്നും എല്ലാവരും വിളിക്കുന്ന ഒരു മധ്യവയസ്കൻ. അറബി, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എനിക്ക് പോകേണ്ടത്. ഒരു നിമിഷം അവൾ വിചാരിച്ചു, ഇതായിരിക്കുമോ എൻ്റെ യജമാനായ അറബി? ഈ അറബി വീട്ടിലേക്കാണോ ഞാൻ പോകേണ്ടത് എന്നവൾ വിചാരിക്കുകയാണ്. അയാളുടെ പേര് ഫഹദ്. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. അവളെ കണ്ടപ്പോൾ തന്നെ അയാൾ അടിമുടി ഒന്ന് നോക്കി. ശരിക്കും അറബിക് ലുക്കിൽ വന്നു നിൽക്കുന്ന സുലേഖ. പക്ഷേ ആ പുഞ്ചിരിയുടെ പിന്നിൽ എന്താണെന്നറിയാൻ സുലേഖയ്ക്ക് കഴിഞ്ഞില്ല. ഫഹദ് അവളുടെ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട്? അവൾ പാസ്പോർട്ട് നീട്ടി. അതിൽ നോക്കി അയാൾ, നെയിം സുലേഖ? സുലേഖ തന്നെ കുറിച്ചു. യെസ്, ഐ ആം സുലേഖ. അവൻ പിന്നെയും ചോദിച്ചു, ഫ്രം വെർ? ഇന്ത്യ? കേരള? യെസ്, കേരള, സ്മാൾ വില്ലേജ്. അയാൾ അറബിയിൽ വീണ്ടും എന്തൊക്കെയോ ചോദിക്കുമ്പോൾ അവൾ ഭയത്തോടെ മുഖത്തോട് നോക്കുകയായിരുന്നു. എന്തപ്പോൾ ചെയ്യുക എന്ന് കരുതിയിട്ട്. അവൾക്ക് അറബി അറിയില്ല, അവനാണെങ്കിൽ ശരിക്കും മലയാളം അറിയില്ല. ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം. ബിഫോർ കം ഹിയർ, വർക്ക് ദാറ്റ്, നോ വർക്ക്, ഹൗസ്, ഫാമിലി പ്രോബ്ലം. അവൾ പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു നിസ്സഹായത ഉണ്ടായിരുന്നു. എന്നാൽ അറബിയോട് പറഞ്ഞത്, ഞാൻ വളരെയധികം കഷ്ടപ്പാടിലാണ്, എനിക്ക് എൻ്റെ ഫാമിലിയെ സംരക്ഷിക്കണം എന്നായിരുന്നു. എനിക്ക് ഭർത്താവില്ല, പക്ഷേ എനിക്ക് പ്രായമായ മാതാവും മക്കളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി എന്നുള്ള രീതിയിലാണ് അവൾ പറഞ്ഞത് അവനോട്. ഫഹദ് വീണ്ടും ചോദിച്ചു, യു കുക്ക്? യെസ്. ക്ലീൻ? യെസ്. ടേക്ക് കെയർ ബേബി? യെസ്. എനി വർക്ക്? ഐ ആം റെഡി. എനി വർക്ക്, ഐ ആം റെഡി എന്നുള്ള വാക്കുകൾ അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറഞ്ഞു തന്നു. അത് എന്ത് ജോലിയെടുക്കാനും ഞാൻ തയ്യാറാണ് എന്നായിരുന്നു. ശരിക്കും അവൾ വിചാരിച്ചു, റബ്ബേ, ശരിക്കും പെട്ടോ ഞാൻ? ഇപ്പം എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഞാൻ അറബിയൊന്ന് മയക്കെടുക്കണമെന്ന് കരുതിയിട്ട് വന്നതല്ലേ. അവൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ് അറബിയോട് പറഞ്ഞത്. എന്നാൽ അവൾ അറബിയോട് പറഞ്ഞത്, അത് വീട്ടിൽ പ്രായമായുള്ള ഉമ്മ, അസുഖം, ചെറുപ്പമുള്ള ഒരു സഹോദരൻ, മക്കള്, അവരെയൊക്കെ നോക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു. എന്തൊക്കെ തന്നെയാലും അറബിക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അവൾ ഇഷ്ടപ്പെട്ടു. കാരണം അല്പം തടിയും കളറുമുള്ള അവൾ ശരിക്കും അറബിക് ലുക്കിൽ വന്നപ്പോൾ അതെ, അറബി പെട്ടെന്ന് തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുകയായിരുന്നു. കാറ് വലിയ റോഡിൽ നിന്ന് മാറി ചെറുവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ സുലേഖയുടെ ഭയം കൂടി. ഇവിടെ എവിടെയാണവൻ എന്നെ കൊണ്ടുവന്നത്? ഇദ്ദേഹം ഇതന്നെ ആയിരിക്കോ ആ അറബി? അവൾ ചിന്തിച്ചു. വെളിച്ചം മുഴുവൻ മങ്ങി. അകലെയായി ചെറിയൊരു ചായക്കട പോലെ ഉള്ള സ്ഥലം. ഫഹദ് കാർ നിർത്തി. വാട്ടർ? അവൻ ചോദിച്ചു. യെസ് പ്ലീസ്, അവൾ പറഞ്ഞു. അവൻ കടയിൽ പോയി 2 വെള്ള ബോട്ടിലുകൾ വാങ്ങി ഒന്ന് അവൾക്ക് കൊടുത്തു. ഡോണ്ട് ഫിയർ, അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടിട്ടും സുലേഖയുടെ ഭയം മുഴുവനായി മാറിയില്ല. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അത്രയും മോശമൊന്നും തോന്നിയില്ല. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇരുട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. വെളിച്ചം പൂർണ്ണമായും ഇല്ലാതായി. കാർ വീണ്ടും യാത്ര തുടർന്നു. മണൽക്കുന്നുകൾക്കിടയിലൂടെ നീണ്ട യാത്ര. 1 മണിക്കൂർ കടന്നു. ഹൗസ് ഫാർ? അവൾ ധൈര്യമായിട്ട് ചോദിച്ചു. ലിറ്റിൽ ഫാർ, ഡിസ്റ്റൻസ് ഫ്രം ഹൗസ്, മൈ ഫാമിലി ദർ, അവൻ പറഞ്ഞു. ഫാമിലി എന്ന വാക്ക് കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ മനസ്സിലേക്ക് വന്നു. അതെ, ഇനിയൊരു പക്ഷേ വേണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എന്നാൽ സമയം കടന്നപ്പോൾ അവൾ വീണ്ടും ആശങ്കപ്പെട്ടു.
രാത്രി വളരെയേറെയായിട്ടും വീട്ടിലെത്തുന്നില്ല. അങ്ങനെ അതാ അവളോട് അറബി ആവശ്യപ്പെടുന്നു, നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ സീറ്റിൽ കിടക്കാം. എന്നാൽ അവൾക്ക് ഭയം തോന്നി. പഠിച്ചോനെ, ഞാനിതിപ്പോൾ അറബിയുടെ ഭാര്യയാകാൻ വന്നിട്ട് എനിക്കിപ്പോൾ വേറെന്തേ അനുഭവം ഉണ്ടാവോ ഇയാളെടുത്തുനിന്ന്? ആൾ അത്ര അങ്ങ് ശരിയൊന്നും അല്ല തോന്നുന്നുണ്ട്, ചില നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്നാലും എന്തായാലും വേണ്ടില്ല, പിടിച്ചു നിൽക്കണം ഭാര്യയായിട്ട് തന്നെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും യാത്ര തുടർന്നു. വലിയ വീടിൻ്റെ മുമ്പിൽ അതാ അറബിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗേറ്റ് തുറന്നു. അകത്ത് വലിയ വീട്, വെളുത്ത നിറം, ചുറ്റും ലൈറ്റുകൾ, കുറച്ച് ദൂരത്ത് ഒട്ടകങ്ങളും. സുലേഖയുടെ ഹൃദയം വീണ്ടും ഇടിച്ചു. എന്നാൽ അതാ കാറ് വന്നു നിന്നപ്പോൾ അതിനടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. അല്പം തടിയും വലുപ്പമുള്ള ഗദ്ദാമയായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ സുലേഖയെ കണ്ടപ്പോൾ ഗദ്ദാമ മറ്റു രീതിയിൽ അവളെ നോക്കി. ഇവളാണോ ഇങ്ങോട്ട് പുതിയ ജോലിക്കാരി വരുമെന്ന് പറഞ്ഞത്? കണ്ടിട്ട് ജോലിക്കാരിയുടെ ലുക്കൊന്നും അല്ലല്ലോ. ചുണ്ടിൽ ചെറുതായി വേണോ വേണ്ടോ എന്ന് കരുതി ഒരു പുഞ്ചിരി വരുത്തി അവളെ നോക്കി. എന്നാൽ ഫഹദ് അവളോട് അറബിയിൽ എന്തോ പറഞ്ഞു. സ്ത്രീ സുലേഖയെ നോക്കി കൈകൊണ്ട് അകത്തേക്ക് വിളിച്ചു. വെൽക്കം വെൽക്കം എന്നവർ ചെറുതായി ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു. എന്നാൽ സുലേഖയ്ക്ക് അല്പം ആശ്വാസം, ആ ഒരു താത്ത എന്നെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ. എന്നാൽ അവൾ ചുറ്റുഭാഗത്തുമായി നോക്കി. എവിടെയാണ് റസിയ? എവിടെയാണ്? അവളോട് കാര്യം. റസിയ ഇന്നിവിടെ ഇല്ല. ഷാമിൽ അവരെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അറബി ഞെട്ടി. എന്ത്? റസിയ പോയെന്നോ? ആരാണ് റസിയക്ക് പോകാൻ അനുവാദം കൊടുത്തത് എന്നുള്ള രീതിയിൽ അറബിക്ക് ദേഷ്യം വന്നു. അല്ല അർബാവ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. പുതിയൊരു ജോലിക്കാരി ഉണ്ടാകുമ്പോൾ മറ്റൊരു ജോലിക്കാരി ഇവിടെ വേണോ? ഷാമിൽ കൊണ്ടുപോയിട്ടുണ്ട്, വേറെ എങ്ങോട്ടോ. എന്നാൽ അറബി ദേഷ്യത്താലെ, ആരാണ് പറഞ്ഞയച്ചത് റസിയയെ? എനിക്കത് ഇപ്പം അറിയണം. അത് ഷാമിൽ വന്നു, നിങ്ങളിവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് റസിയ പോയിട്ടുണ്ട്. അതിന് പോയിക്കോട്ടെ. എന്തിനാണ് 2-3 ആൾക്കാർ ഇവിടെ? ഞാനും വിളിഞ്ഞ് മതിയല്ലോ. എന്തിനാണ് കുറേ ആൾക്കാർ? എല്ലാവരും കൂടി വേണോ? ഗദ്ദാമയുടെ ചോദ്യത്തിന് മുമ്പിൽ അറബിക്ക് ദേഷ്യവും കലിപ്പും ഒരുമിച്ച് വന്നു. ആരാണ് അവളെ കൊണ്ടുപോയത്? റസിയ, ആ ഒരു ഇളംപെണ്ണിനെ ആരാ കൊണ്ടുപോയത്? ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പെണ്ണാണ്. അവൾ കൊണ്ടുപോയി അല്ലേ? ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എനിക്ക് നന്നായിട്ടറിയാം. നേരെ അതാ ഉമ്മുൽ ഖൈറിൻ്റെ അരികിലേക്ക് അവളുടെ റൂമിൻ്റെ വാതിൽ ചവിട്ട് തുറന്നുകൊണ്ട് അറബി അങ്ങോട്ട് പ്രവേശിക്കുന്നു. തുറക്കടി. ഉമ്മുൽ ഖൈർ എവിടെ? റസി എവിടെ? നിന്നോട് ആരാ റസി എവിടുന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞത്? അത് ഞാനല്ല. പിന്നെ ആരാടി? സത്യം പറയണം, എനിക്ക് ഇതിപ്പോൾ അറിയണം. ആരാ പറഞ്ഞയച്ചത്? നിങ്ങളല്ലേ വേറൊരു ജോലിക്കാരിയെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. എന്നാൽ 3 പേരൊക്കെ എന്തിനെന്ന് വിചാരിച്ച് ഞാനല്ല. പിന്നെ ആരാ പറയണം? നിൻ്റെ മറ്റവനാണോ ആ ഷാമിൽ? എന്നാൽ അവൾക്കത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടം വന്നു. സ്റ്റുപ്പിഡ്, അനാവശ്യം പറയരുത്. എൻ്റെ മോൻ്റെ പ്രായമുള്ള അവനെ നിങ്ങൾ മറ്റു രീതിയിൽ പറയുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല. നിങ്ങൾക്കുണ്ടല്ലോ 2 പേര്, അതാ നല്ലപോലെ അങ്ങ് സുഖിച്ചുകൂടി. അല്ലാതെ ആ പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ചതിച്ചല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ ചതിച്ചതല്ലേ? അവളെ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ഞാനാണ് അവളെ ഇങ്ങോട്ട് വരുത്തിയത്. അത് നിങ്ങളായിട്ട് അത് തട്ടിയെടുത്തു. അതുകൊണ്ട് എനിക്കുമുണ്ട് ചില അവകാശങ്ങൾ. അതെ, ഞാൻ പറഞ്ഞു റസി ഇനി ഇവിടെ നിൽക്കണ്ട, നീ പോയിക്കോ എന്ന് ഞാൻ തന്നെയാണ് സമ്മതം കൊടുത്തത്. ശരിക്കും റസിയ പോയതിൽ അയാൾക്ക് വളരെയധികം ദേഷ്യമുണ്ട്. എല്ലാം നശിപ്പിച്ചു. ഞാൻ ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കുകയായിരുന്നു. അതെ, ഞാൻ വിളിച്ചിട്ടാണ് വന്നത് എൻ്റെ വിസയിൽ. മനസ്സിലായല്ലോ? അതെ, അറബിയോട് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഉമ്മുൽ ഖൈർ പറഞ്ഞു കൊടുത്തു. നിന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് പുറത്തിറക്കാനുള്ള സമയം എനിക്ക് ആയിക്കഴിഞ്ഞു. ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ പുറത്തേക്ക് ഇട്ടാലും വലിച്ചെറിഞ്ഞാലും എനിക്ക് അല്ലുണ്ട്.
അള്ള ഉള്ളിടത്തോളം കാലം എനിക്കൊരു പേടിയില്ല. നിനക്ക് സമ്പത്തുണ്ടെന്നുള്ള അഹങ്കാരം, അജുവ ഈത്തപ്പഴത്തിൻ്റെ തോട്ടം മാത്രം നിൻ്റെ പേരിലാണെന്നുള്ള അഹങ്കാരം അല്ലേ, അത് ഞാനങ്ങ് എൻ്റെ കൈകളിലാക്കി വെക്കാം മോളെ. നീ അത്ര അങ്ങ് സുഖിക്കണ്ട. നീ ശരിക്ക് തെരുവിലയുടെ അലയേണ്ട അവസ്ഥ നിനക്ക് വരും, നോക്കിക്കോ. നിനക്ക് അഹങ്കാരമാണ്. എന്നാൽ പാവം ഉമ്മുൽ ഖൈർ ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ കൈകളിൽ ഓതിക്കൊണ്ടിരുന്ന ആ ഖുർആനിലേക്ക് നോക്കി കണ്ണീർ വാർത്തു. നിന്റെ കൈകളിൽ ഖുർആൻ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, നീ നല്ല ചതിയാണ് എന്നോട് ചെയ്തത്. എന്നാൽ അവൾ ഖുർആൻ അതാ ഷെൽഫിലേക്ക് എടുത്തിട്ട് വെച്ചു. അത് കൈകളിൽ പിടിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ബഹുമാനക്കേടാവും എന്ന് കരുതിയിട്ട് പറഞ്ഞു, അതെ, ഒരിക്കൽ പോലും അത് നിങ്ങളുടെ വിസയിൽ വന്ന പെണ്ണല്ല, നിങ്ങൾ കൊടുത്തതുമല്ല. അത് ഞാനായിട്ടാണ് അവളെ വരുത്തിയത്, അവൾക്ക് നല്ലൊരു ജീവിതം നൽകുവാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ കെയർ ഓഫിൽ വന്ന അവർ രണ്ടുപേരെയും നിങ്ങൾ പിടിച്ചു വെച്ചു. പെണ്ണിനെ ഇവിടെ നിങ്ങളുടെ അടുക്കളയിൽ നിർത്തി, ആണിനെ അവിടെ ഏതൊരു ഈത്തപ്പഴത്തോട്ടത്തിലും. അത് രണ്ടും എൻ്റെ ജോലിക്കാരായി ഞാൻ കൊണ്ടുവന്നതാണ്. ഒരിക്കൽ പോലും നിങ്ങൾ അവരുടെ മേലിൽ അധികാരപ്പെട്ടതല്ല. അഥവാ ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നീ നിന്നെ പറയുന്ന സ്ഥിരം ഡയലോഗാണ് ഈ പറയുന്നത്. അതെ ഉമ്മുൽ ഖൈർ, നിന്നെ ഞാനുണ്ടല്ലോ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ പലവട്ടം നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ മക്കളില്ലാത്തത് നിങ്ങൾക്കാണോ എനിക്കാണോ എന്ന് പഠിച്ചോന്നറിയാം. അതെ, ചില ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് നിങ്ങൾക്കാണെന്നാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ തലയിലേക്ക് വരുന്നത് ഞാനായതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നു. അത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങളുടെ ചീത്തയും ബഹളവും എല്ലാം കേട്ടുകൊണ്ട്. എനിക്ക് ഇത് വീട്ടിൽ പറയുമായിരുന്നെങ്കിൽ എന്നെ മറ്റൊരു വിവാഹത്തിന് എൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു ഭാര്യയെ ഞാൻ പോയില്ലേ. ഭർത്താവിന് മുമ്പിൽ മര്യാദകേട് കാണിക്കണമെന്ന് വിചാരിച്ച് ക്ഷമിച്ചാണ് ഞാൻ നിന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ താങ്ങും തണലുമായി നിന്നപ്പോൾ നിങ്ങളുടെ ചിന്ത മറ്റു പലതും. ഏതൊരു പെണ്ണിനെ കണ്ടാലും പെൺകുട്ടിയെ കണ്ടാലും നിങ്ങൾ വെറുതെ വിടില്ല. അത് പിന്നീട് നിങ്ങളുടെ കണ്ണ് അവരുടെ നേർക്കായി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നോ, എനിക്കെന്നെ ഹൃദയം എന്നെ മരവിച്ച് കഴിഞ്ഞതാണ്. അതെല്ലാം കണ്ടും കേട്ടും എനിക്ക് മടുത്തതാണ്. അത് ആളുകൾക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്, അറബികൾക്ക് 2, 3, 4 ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, കുഴപ്പമില്ല, എനിക്ക് നോ പ്രോബ്ലം. പക്ഷേ റസിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനോ ശിക്ഷിക്കാനോ വിധിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. പാവം പെണ്ണാണ് അവൾ. പക്ഷെ നിങ്ങളുടെ ഒരു കണ്ണ് അവളുടെ മേലിൽ പതിയുന്നത് ഞാൻ അറിയാഞ്ഞിട്ടല്ല. ഞാനതും ക്ഷമിച്ചതാണ്. ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് പറ്റിയ ഒരാൾ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. വിഷമം മനസ്സിലുണ്ടെങ്കിലും അത് ചെറുപ്പം മുതൽ തന്നെ അത് പഠിച്ച് ശീലമായി. ഏതൊരു ഭർത്താവ് മറ്റൊരു പെണ്ണിനെ നോക്കുകയും മറ്റൊരു പെണ്ണിനോട് കിന്നിരിക്കുകയും ചെയ്ത് കാണുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. എന്താ ഇവിടുത്തെ ഗദ്ദാമയം അടുത്തോ നിങ്ങൾക്ക്? അതാണല്ലോ നിങ്ങൾ പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്. അതെ, അതെൻ്റെ ഇഷ്ടമാണ്. ഇവിടുത്തെ ഗദ്ദാമ ഇപ്പോൾ അല്പം പ്രായമായി തുടങ്ങി. അവളുടെ ഉഷറും അവളുടെ സൗന്ദര്യവുമെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പുതിയൊരെണ്ണത്തിന് വേണമെന്ന് തന്നെ. പക്ഷെ റസിയ, അവളെൻ്റെ സ്വപ്നമായിരുന്നു, സ്വപ്ന സുന്ദരിയായിരുന്നു. അവളാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റിയത്. എന്നാൽ അവൾ പറഞ്ഞു, അതെ റസിയക്ക് നിങ്ങളല്ല, അവളെ കെട്ടാൻ പാകത്തിനുള്ള ഒരാളുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവനെ ഞാൻ വെറുതെ വിടൂല. അവൻ ഞാൻ ഈത്തപ്പഴത്തോട്ടത്തിൽ കെട്ടിയിട്ടടിക്കും, ഈ നോക്കിക്കോ. എന്നാൽ ഉമ്മുൽ ഖൈറിനത് വല്ലാത്ത വിഷമായി. അതെ, പഠിച്ച റബ്ബുണ്ട്, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. നിങ്ങൾ ഇങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല, മനസ്സിലായല്ലോ? അതെ, അവർ രണ്ടുപേരും ഒരുമിച്ചോട്ടെ, അവർ അതിനു വേണ്ടിയുള്ളവർ തന്നെയാണ്. പക്ഷെ നിങ്ങളായിട്ട് എന്തിനാ അത് അവരിതിൽ ഇടപെടാൻ പോകുന്നത്? അവർ ജീവിച്ചോട്ടെ. അതെ, അറബിയാണെന്ന് നോക്കില്ല. അതെ, ആൺകുട്ടികളെ നിങ്ങൾ വേദനിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അതെ, തൻ്റെ പെണ്ണിനെ എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അറബിയല്ല, ഏത് കാട്ടറബിയാണെങ്കിലും തല്ലിച്ചതക്കാനും മടിക്കൂല. അവർ ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല, സ്വന്തം പെണ്ണിനെ തൊട്ട് കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ സ്വഭാവം അറിയും. അത് കേട്ടപ്പോൾ അറബിയുടെ മനസ്സിൽ അല്പം ഒരു ഭയം തോന്നി. പിന്നെ അവനെന്നെ തല്ലല്ലേ എന്നുള്ള രീതിയിൽ അത് നിരാശയായ മട്ടിൽ ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു. അതെ,
ആൺകുട്ടികളാണ്, ഉഷറുള്ള ആൺകുട്ടികളാണ്. നിങ്ങളെപ്പോലെ ഇവിടെ തിന്ന് കഴിയുക മാത്രമല്ല, നല്ലോണം ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന ആൺകുട്ടികളാണ്. അവർക്ക് കൈകാലുകൾക്ക് ബലം കാണും. അത് തെളിവില്ലാത്ത രീതിയിൽ കൈകാലൊടിച്ചിടാനും അവർ മടിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം എല്ലാം ചെയ്യാൻ. പിന്നെ അതിന് ഞാൻ പോയിട്ട് വേണ്ടേ? അതിനൊക്കെ ആളേൽപ്പിച്ച് ഞാൻ തല്ലിക്കും, ഈ നോക്കിക്കോ. ഉമ്മുൽ ഖൈർ ഒന്നും മിണ്ടിയില്ല. അതെ, അവർ വീണ്ടും ഉലൂഹ് എടുക്കുവാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. കാരണം അയാളോട് സംസാരിച്ചാൽ തന്നെ ഉലൂഹ് മുറിയുന്ന പോലെയാണ്. കാരണം അത്രയ്ക്കും നീചപ്രവൃത്തിയുള്ള ആളാണ്. എന്നാൽ ഈ സമയം അതാ പുറത്തെ ചാരുകസേരയിൽ അറബി ഇരിക്കുകയാണ്. ഗദ്ദാമ, അർബ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവളുടെ കയ്യിലെ ഒരു ചൂടുള്ള കോഫി കൊടുത്തേക്ക്. എന്നാൽ ഗദ്ദാമ, ആ സുലൈഖ, ചായ ഇട്ട് കൊടുക്ക്. ഞാനോ? ആ പിന്നെന്താ, നിനക്ക് ചായ ഇടാൻ എപ്പോഴും അറിയില്ലേ? ചായ ഇടും. അറബിയുടെ ഇഷ്ടങ്ങൾ എനിക്കറിയില്ലല്ലോ. ആ അതൊക്കെ നീ മനസ്സിലാക്കണം. ഇയ്യെന്നൊന്ന് പോയി ഇട്ട് കൊടുക്ക്. എന്നാൽ അവൾ കോഫി ഇടാൻ വേണ്ടി പോവുകയാണ്. ഇയാളുടെ മധുരം എങ്ങനെ, കടുപ്പ് എങ്ങനെ ഒന്നും അറിയില്ലല്ലോ. എന്നാൽ അവൾ കോഫി ഇട്ടു. അയാളുടെ മധുരത്തിലെ കാര്യമോ ഒന്നും അറിയില്ല. എങ്കിലും അവൾ പാല് തിളപ്പിച്ച് അതിൽ കോഫി പൗഡർ ഇട്ട് അല്പം പഞ്ചസാരയും ചേർത്ത് കൊണ്ടുകൊടുത്തു. അർബ, ഇതാ കോഫി. എന്നാൽ അത് വാങ്ങി അയാൾ അതിൽ നിന്ന് അല്പം കുടിച്ച് ഛീ എന്ന് പറഞ്ഞ് ആ ചായയും കപ്പും എല്ലാം കൂടെ അതാ നിലത്തേക്കൊരൊറ്റ ഏറ്. ശരിക്കും സുലേഖ ഞെട്ടിത്തെറിച്ചു. യാ അല്ലാ, എന്താ റബ്ബേ, എന്താ എന്നുള്ള രീതിയിൽ. അത് കേട്ട് ഗദ്ദാമ ഓടി വന്നു. എങ്ങനെയുണ്ട്? നിങ്ങളായിട്ട് ജോലി അന്വേഷിച്ച് വന്നല്ലേ, ഇങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ കുറച്ച് അറബിയുടെ ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വരും. അവൾക്ക് ഭയം തോന്നി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറബിയുടെ ഭാര്യയാകാൻ വന്നാണ് ഞാൻ. ശരിക്കും സുലേഖ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന്. എന്നാൽ അപ്പോൾ തന്നെ അറബി അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നു, വൃത്തിയാക്കടോ എന്ന് പറഞ്ഞിട്ട് അറബിയുടെ കാല് കണ്ട് അതാ അവളുടെ ഊരക്ക് ഒരു തട്ട് കൊടുക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത് യാത്രയിലുടനീളം കണ്ട അറബി അല്ലല്ലോ. ഇയാൾ ഇവിടെ എത്തിയപ്പോൾ ആൾ മാറിപ്പോയിക്കണല്ലോ. ശരിക്കും അറബിയുടെ ആ ഒരു ക്രൂരത അത് അവൾ അനുഭവിക്കാൻ തുടങ്ങി. അവൾ എങ്ങനെയൊക്കെയോ ഒരു തുണിയും വൈഫറൊക്കെ കൊണ്ടുവന്ന് അതാ ആ ചില്ലുകളെല്ലാം തുടച്ചെടുക്കുകയാണ്. അവൾ മുട്ടുകുത്തിയിരുന്ന് അതെല്ലാം പെറുക്കി വെക്കുമ്പോൾ അറബി അവളെ കാലുകൊണ്ട് ഒന്നുകൂടി തട്ടി. എന്നിട്ട് പറഞ്ഞു, മുഴുവനായി വൃത്തിയായി ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. എന്നാൽ അവൾക്ക് ആദ്യ ദിവസം തന്നെ അറബിയിൽ നിന്ന് നേരിട്ട ആ ഒരു പീഡനം അതവൾക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയം തോന്നി. എന്നാൽ ചിരിച്ചുകൊണ്ട് ഗദ്ദാമ, എങ്ങനെയുണ്ട്? സുഖല്ലേ അറബി വീട്ടിലെ ജീവിതം? വടി കൊടുത്ത് അടി വാങ്ങി അല്ലേ? അതെ, കോഫി ഇടുമ്പോൾ ആര് കൊണ്ടുപോയി കൊടുത്താലും മൂപ്പരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ ദേഷ്യം അപ്പം തീർക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. അതവിടെ തീർക്കും. അല്ലാന്നുണ്ടെങ്കിലേ എന്തോ മൂപ്പര് കലിപ്പിലാണ്. കലിപ്പിലാകാനുള്ള കാര്യം മറ്റൊന്നുമല്ല. റസിയ ഇവിടുന്ന് പോയിട്ടുണ്ട്. റസിയ സുന്ദരിയായ പെണ്ണായിരുന്നു. അത് ഓള് പോയ ദേഷ്യമാണ് മൂപ്പര് കാണിക്കുന്നത്. ഇനി 2 ദിവസമൊക്കെ ദേഷ്യം ഉണ്ടാവും. അതൊക്കെ സഹിച്ചിവിടെ നിന്നോ. പാസ്പോർട്ടൊക്കെ മൂപ്പര് കയ്യിലല്ലേ. അതുകൊണ്ട് എനിക്ക് സുഖമായി ധൈര്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കാം. എന്നാൽ സുലൈഖ ശരിക്കും ഞെട്ടി ആ ഗദ്ദാമയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലീൻ ചെയ്യുക. മൂപ്പര് വരുമ്പോൾ മൂപ്പർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുക. ചിലപ്പോഴേ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യാനും പറയും. അതിനൊക്കെ റെഡി ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലേ? എന്നെങ്കിലും മാത്രമേ അറബിൻ്റെ സ്നേഹം കിട്ടുള്ളൂ. പിന്നെ റസിയ എന്ന പെൺകുട്ടി ഇവിടെ പെട്ടുപോയതാണ്. അവൾ ഇങ്ങോട്ടുള്ളതല്ലായിരുന്നു. അവർ ഉമ്മുൽ ഖൈർ എന്ന് പറഞ്ഞ ഇവരുടെ ഭാര്യയുണ്ട്, മൂപ്പത്തിയർക്കുള്ളതായിരുന്നു. പക്ഷെ അറബി അതിനെ തട്ടിയെടുത്ത് ഇങ്ങോട്ടാക്കി. പക്ഷെ ഇപ്പം മേഡം എന്താട്ടി, അവളങ്ങ് രക്ഷിച്ചു. അവൾക്ക് അവിടെ ഒരു ചെക്കനുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. എന്തൊക്കെ തന്നെയാലും നമുക്ക് കാണാം. എന്നാൽ സുലൈഖക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ.
ഗദ്ദാമ്മ കാണിച്ചു കൊടുത്ത ആ ഒരു റൂമിൽ അത് റസിയ കിടന്ന ആ ഒരു ബെഡും കട്ടിലൊക്കെ അവിടെയുണ്ട്. ശരിക്കും അവൾ അറബി വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി നോക്കി. ഇവിടുന്ന് പുറത്ത് കടക്കാൻ ഒരു വഴിയില്ല. അവൾ ഒരു നിമിഷം തൻ്റെ മക്കളെ നോക്കി ആലോചിച്ചു. ഷാമിലുണ്ടാക്കിയ വലിയ കൊട്ടാരം, അതിൽ തൻ്റെ മക്കളുള്ള ജീവിതം, അതെല്ലാം അവൾ ഓർത്തു. ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് അകപ്പെട്ട പോലെയായോ റബ്ബേ. ശരിക്കും സുലേഖ അവളുടെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാലും സുലേഖ വെറുതെ വിടില്ല. അറബിയെ കണ്ടാൽ അവളൊന്ന് മയക്കാൻ ശ്രദ്ധിക്കും, അതുറപ്പാണ്. എന്നാൽ അതിൻ്റെ പിന്നിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാമിൽ റസിയെയും കൊണ്ട് മുത്തുവിൻ്റെ അടുത്തേക്കായിരുന്നു പോയത്. മുത്തു വാ കേറ്, നീ കേറ് മോനെ. അങ്ങനെ അതാ ശരിക്കും മുത്തുവിനെ കണ്ട റസിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റബ്ബേ, അത്രക്കും പൊരിവെയിലത്ത് ഈത്തപ്പഴത്തോട്ടത്തിൽ കഷ്ടപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട മുത്തുക്കയെ കണ്ടപ്പോൾ അവൾ കണ്ണീര് വാർത്തു. എന്നാൽ റസിയാകട്ടെ തടിച്ചു കൊഴുത്ത് വെളുത്ത് സുന്ദരിയുമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എങ്കിലും അവൻ്റെ ആ രൂപം കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ടല്ലോ. എന്നാൽ അവന് ശരിക്കും റസിയുടെ രൂപം കണ്ട് ഞെട്ടുകയാണ് ചെയ്തത്. റസിയ അറബി വീടിനകത്തിരുന്ന് സുന്ദരിയായിട്ടുണ്ട്. ശരിക്കും ഷാമിൽ തന്നെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അവർ നേരെ പോകുന്നത് മറ്റെവിടേക്കുമല്ലായിരുന്നു, അറബിയമ്മയുടെ വീട്ടിലേക്ക്. അതെ, അറബിയമ്മയുടെ വീട്ടിലേക്കാണ് അറബിയമ്മ വീണ്ടും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ അറബി എയർപോർട്ടിലേക്ക് മറ്റവളെ കൊണ്ടുപോകാൻ പോയി എന്ന ഒരു സമയത്തും ഷാമിലിന് നേരെ ഉമ്മുൽ ഖൈർ വിളിക്കുകയായിരുന്നു. മോനെ ഷാമിൽ, പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല, മോന് വന്ന് റസിയെ കൊണ്ടുപോയിക്കോ. എന്തായാലും ഞാനല്ലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഇവിടെ നിർത്തിയ മോനെ. അതവൾക്ക് കഷ്ടപ്പാടായിരിക്കും, അവൾ വെറുതെ വിടില്ല, ഉപദ്രവിക്കും. അയാൾക്ക് അങ്ങനത്തെ സ്വഭാവമല്ലേ. അതെ, അവളുടെ മാനം കാക്കാനെ എൻ്റെ കുട്ടി വേഗം അവളെ രക്ഷപ്പെടുത്തണം. വേഗം വാ. ഷാമിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അതാ അവരുടെ കൊട്ടാരത്തിലേക്ക് വന്നു. റസിയോടും ഒന്ന് ഒരുങ്ങി നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവൾ അല്പമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അതാ നേരെ ഷാമിലിൻ്റെ കൂടെ പോവുകയാണ്. ഗദ്ദാമ്മ ചോദിച്ചു, എവിടുക്കാ റസിയ? അത് എനിക്ക് ഇവിടുത്തെ അറബിയമ്മ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ അറബിയമ്മ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യണേ അവരല്ലേ. ഏതായാലും നിങ്ങളെ ഭാഗ്യം, നീ മോള് പോയി വരൂ എന്ന് പറഞ്ഞു അവർ. അങ്ങനെ അതാ റസി അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവൾ വിചാരിച്ചു, റബ്ബേ, ഒരിക്കൽ പോലും ഇനി ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവരുതേ അല്ല എന്നുള്ളത്. എന്നാൽ ഉമ്മുൽ ഖൈർ റസിയോട് കാര്യങ്ങൾ ഉപദേശിച്ചു. മോള് രക്ഷപ്പെട്ടോ, മോൾ ഇങ്ങോട്ട് വരണമെന്നില്ല. ഇൻഷാ അല്ലാ ഞാൻ മോളെ കാണാൻ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുണ്ട്. പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ, പ്രാർത്ഥിക്കാം. മോള് പോയിക്കോ. മോളൊരിക്കൽ പോലും ഇനി ഇവിടെ നിന്നാലേ എൻ്റെ കുട്ടിയെ നീ ആഗ്രഹിച്ച ആളും കൂടെ ജീവിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല, സ്വഭാവം നിനക്കറിയുന്നതല്ലേ. അതെ, ശരിക്കും മാഡം, ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴും അകം തുടക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴൊക്കെ ഓരോ തട്ടലും മുട്ടലും ഒക്കെയാണ്. മൂപ്പർക്ക് ടച്ചിങ് അത് ഭയങ്കര ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാണ്. അത് ഹറാമാണ് തികച്ചും. അറബിയാണെങ്കിലും ഏത് ആളാണെങ്കിലും ഒരിക്കൽ പോലും എൻ്റെ ശരീരത്തിൽ അന്യപുരുഷൻ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല മാഡം. അതുകൊണ്ട് എനിക്ക് ആയിക്കോട്ടെ മോളെ, ആയിക്കോട്ടെ, അത് തന്നെയാണ് അയാളുടെ സ്വഭാവം. മോള് രക്ഷപ്പെട്ടോ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ സലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ഉമ്മുൽ ഖൈർ അവരെ പറഞ്ഞേക്കുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് ഉമ്മുൽ ഖൈർ അവളുടെ കയ്യിൽ അല്പം നോട്ടുകളും നൽകിയിരുന്നു. മോളെ, വഴിയിൽ ആവശ്യത്തിനൊക്കെ വേണ്ടി വരും, ഇത് കയ്യിൽ വെച്ചോ. വേണ്ട മേഡം, അതൊന്നും അല്ല മോളെ, ഇത് വെച്ചോ. എന്നാൽ അത്യാവശ്യമായി കുറച്ച് ക്യാഷും കാര്യങ്ങളും എല്ലാം അവളുടെ കൈകളിൽ നൽകി ഷാവലിൻ്റെ കൂടെ പറഞ്ഞയച്ചു. കണ്ണീരോടെ, റബ്ബേ, പാവപ്പെട്ട പെൺകുട്ടികളാണ്, കഷ്ടപ്പെടുത്താൻ പാടില്ല. അതെ ഹംദ, അവളുടെയും സ്ഥിതി അതുതന്നെയായിരുന്നു. അവളെ രക്ഷിച്ചതും ഷാമിൽ തന്നെയല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നു മോൻക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഉമ്മുൽ ഖൈർ തന്നെയാണ് അവർ പറഞ്ഞയച്ചത്. അവരേതേലും അറബിയമ്മയുടെ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഈ സമയം ഷാമിലിൻ്റെ ഫോണിലേക്ക് അതാ അറബിയമ്മ വിളിക്കുന്നു. മോനെ ഷാമിൽ, എന്തായടാ, ഇപ്പോഴെത്തി കാണുന്നില്ലല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അറബിയമ്മ, ഞങ്ങൾ ഇപ്പോൾ ഈത്തപ്പഴത്തോട്ടത്തിൽ അവിടുന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ മാഷാ അല്ലാ, രാത്രി ആയാലും കുഴപ്പമില്ല, ആക്കും പോലെ പോരുട്ടോ.
മാഷാ അല്ലാ. അറബിയമ്മയും ദുആ ചെയ്തു. അവരെ കാത്തിരിക്കുകയാണ് അറബിയമ്മ. അതെ, റസിയുടെ കഷ്ടപ്പാടും വിഷമങ്ങളുമെല്ലാം അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മുതൽ എല്ലാം ക്ലിയർ ആകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയും ആ അറബി പിന്നാലെ വന്നു കഴിഞ്ഞാൽ അത് അറബിയമ്മ അതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.